ചാവക്കാട് ഹനീഫ വധവുമായി ബന്ധപ്പെട്ട് തൃശൂർ കോൺഗ്രസിൽ ഉടലെടുത്ത അഭിപ്രായ ഭിന്നത പുതിയ തലങ്ങളിലേക്ക്. നേതൃത്വത്തിനെതിരെ വാർത്താസമ്മേളനം വിളിച്ച് പരസ്യ വിമർശനത്തിന് മുതിർന്ന ഐ ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എ ഗ്രൂപ്പ് കെപിസിസിക്ക് പരാതി നൽകും. 8-ന് നടക്കുന്ന കെപിസിസി വിശാല എക്സിക്യൂട്ടീവിൽ വിഷയം ഉന്നയിക്കാനാണ് എ വിഭാഗത്തിന്റെ നീക്കം. ഹനീഫ വധവുമായി ബന്ധപ്പെട്ട് എംഎംഎസിനും DCC അധ്യക്ഷൻ ഒ അബ്ദുറഹ്മാൻ കുട്ടിക്കുമെതിരെ ഐ ഗ്രൂപ്പ് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തെ അതേ രീതിയിൽ പ്രതിരോധിക്കുക എന്ന തന്ത്രമാണ് എ വിഭാഗം നടപ്പിലാക്കുന്നത്. ഇരുവർക്കുമെതിരായ ഐ ഗ്രൂപ്പിന്റെ നടപടി ആവശ്യം ചൊവ്വാഴ്ച നടക്കുന്ന കെപിസിസി വിശാല എക്സിക്യൂട്ടീവ് ലക്ഷ്യമിട്ടാണെന്ന് എ വിഭാഗം ആരോപിക്കുന്നു. നേതാക്കൾക്കെതിരെ പരസ്യ വിമർശനം നടത്തരുതെന്ന കെപിസിസിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ബൽറാം ഉൾപ്പെടെയുള്ള നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചത്. ഈ നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എ ഗ്രൂപ്പിന്റെ പ്രതിരോധം. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത TU രാധാകൃഷ്ണൻ, ജോസഫ് ചാലിശ്ശേരി എന്നിവർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം കെപിസിസി എക്സിക്യൂട്ടീവിൽ എ ഗ്രൂപ്പ് ഉന്നയിക്കും. ജില്ലയിൽ കോൺഗ്രസ് സ്തംഭനാവസ്ഥയിലാണെന്ന ഐ ഗ്രൂപ്പ് ആക്ഷേപം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കും വിധമാണെന്നും എ വിഭാഗം കുറ്റപ്പെടുത്തുന്നു. ഹനീഫയുടെ കൊലപാതകത്തിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപപ്രതാപൻ, മന്ത്രി CN ബാലകൃഷ്ണൻ എന്നിവർക്ക് പങ്കുണ്ടെന്ന് പരാതി നൽകിയ ഹനീഫയുടെ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറാകാത്തതിന് പിന്നിൽ ഐ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടെന്ന് എ വിഭാഗം ആരോപിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പിന്തുണയോടെയാണ് ജില്ലയിൽ ഐ ഗ്രൂപ്പിന്റെ കരുനീക്കങ്ങളെന്നും എ വിഭാഗം കുറ്റപ്പെടുത്തുന്നു. തൃശൂരിൽ സംഘടനാ പ്രശ്നങ്ങൾ കടുത്തതാണെന്ന് കെപിസിസിയെ ബോധ്യപ്പെടുത്തി DCC പ്രസിഡന്റിനെ നീക്കാനാണ് ഐ വിഭാഗത്തിന്റെ ശ്രമം. എന്നാൽ എ വിഭാഗം നേതാക്കൾക്കെതിരെ ഐ ഗ്രൂപ്പ് പരസ്യ വിമർശനം ഉയർത്തിയ സാഹചര്യത്തിൽ കെപിസിസി വിശാല എക്സിക്യൂട്ടീവിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം ഉച്ചസ്ഥായിയിൽ എത്തുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തൃശൂർ.